ഇപ്പം എല്ലാ സ്ഥലത്തും ഈ പ്രസ്ഥാനക്കാർ അവർ ആദർശ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KNM വേറെ രൂപത്തിൽ, വിഷ്ണ ഗ്രൂപ്പ് വേറെ രൂപത്തിൽ, ഇങ്ങനെ ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും അവരുടെ പുതിയൊരു അജണ്ടയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരിലും സുന്നി ആശയങ്ങൾക്കെതിരിലുമുള്ള ശക്തമാവുന്ന ഒരു ആദർശ സമ്മേളനങ്ങൾ എല്ലാ ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലൊക്കെ നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും നടത്തണം. നമ്മൾ അടങ്ങി ഇരിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്, സുന്നത്ത് ജമാഅത്തിന് ഇവിടെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ആര് എതിർത്താലും എതിർത്തില്ലെങ്കിലും സുന്നത്ത് ജമാഅത്തിന് ഇവിടെ സംരക്ഷിക്കപ്പെടണം. ആ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് മുൻകഴിഞ്ഞ മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാർ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഒന്നരായ ഷെഹുന ഇക്കാസ് മുസ്ലിയാരൊക്കെ ഗണ്ണ പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ മുമ്പ് പറയുന്നുണ്ട്, നിങ്ങൾ മടങ്ങിയാൽ പിന്നെ ഞങ്ങളും മടങ്ങി വരും. അപ്പം നിങ്ങൾ എത്ര വട്ടം അവിടെ പ്രസംഗിക്കണ്ടോ അത്ര വട്ടം ഞങ്ങളും എതിർത്ത് പ്രസംഗിക്കുന്ന. അതാണ് ഇതിനാന്ന് ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയുന്നത്. ആ വാക്കാണ് പറയാനുള്ളത്. എവിടെ മുജാഹിദ് പ്രസ്ഥാനക്കാർ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാവട്ടെ, മുജാഹിദിൽ നിന്നുള്ള വിവിധങ്ങളാവുന്ന പല സംഘടനകളുണ്ട് അവർക്ക്. അവർ എവിടെ പ്രസംഗിച്ചാലും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ എതിർത്താൽ അതിനെ തിരുത്താൻ വേണ്ടി ശരിയായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം എന്താണെന്നുള്ളത് പറയാൻ വേണ്ടി ഞങ്ങളവിടെ സ്റ്റേജ് കെട്ടും, ഞങ്ങളവിടെ പ്രസംഗിക്കുകയും ചെയ്യും. അത് ആരെതിർത്താലും ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അടങ്ങിയിരിക്കേണ്ട സമയമല്ല ഇപ്പോഴും. സുന്നത്ത് ജമാഅത്തിലെ ഒരു ഭാഗത്ത് നിന്നും കൂടി ഒരു കൂട്ടർ താറടിക്കാം, മറ്റൊരു കൂട്ടർ സുന്നത്ത് ജമാഅത്തിന് എതിൽ പ്രസംഗിക്കുക, സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് എതിൽ പ്രസംഗിക്കുക. എന്നിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ നിലപാടുകളെയൊക്കെ ചോദ്യം ചെയ്യുക. ഇത് നമ്മളെ സുന്നികൾക്ക് യോജിച്ചതല്ലത്. ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തമായ പോഷക സംഘടനയാണ് ജമിയത്തുൽ മുഅല്ലിമീൻ എന്നത് നമുക്കൊക്കെ അറിയാം. പല പോഷക സംഘടനകളും ശക്തമായ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ശക്തമായ പോഷക സംഘടനകളിൽപ്പെട്ട ഒന്നാണ് ജമിയത്തുൽ മുഅല്ലിമീൻ. ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാനത്തിൻ്റെ ഓരോ ജില്ലകളിലും ഇതുപോലെ തഖ്വിയ എന്ന പേരിൽ ഈ സംഘടനയെയും ഈ സംഘടനയുടെ ഉപസംഘടനകളെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തപ്പെടുന്ന സംഗമത്തിൽപ്പെട്ട ഒരു സംഘമാണ് കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ച ഈ സംഗമം. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ അവർ സംഘടിപ്പിച്ച ഈ സംഗമം ഒരു സാധാരണ സംഘമല്ല. ഇത് സദറന്മാരുടെ സംഘമാണ്. സദർ എന്നത് ആ മദ്രസൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്, ആ നാടിൻ്റെ ഉത്തരവാദിത്തം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പം മദ്രസൻ്റെയും നാടിൻ്റെയും എല്ലാ നിലക്കുള്ളതായ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. ആ പ്രവർത്തനത്തിൽ ആരൊക്കെ പങ്കു ചേർക്കണോ അവരൊക്കെ കൂടി ചേർത്തുകൊണ്ടിട്ട് പരസ്പരം ഏറ്റുമുട്ടലുകളില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദീനി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ദീനിക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികൾ അവർ സ്വീകരിക്കേണ്ടതായ നിലപാടുകളും അവരുടെ സ്വഭാവങ്ങളൊക്കെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ കൂടി പഠിപ്പിച്ചെന്നാണ്. മഹാന്മാരൊക്കെ പറയലുണ്ട്, അൽ ഖുദുവത്തു ഖബല ദഅവ, പ്രബോധനത്തിൻ്റെ മുമ്പ് വേണ്ടത് പ്രബോധനം ചെയ്യുന്നവർ അവർ മാതൃകായോഗ്യരാവണം, അവർ മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന സ്വഭാവ ഗുണങ്ങളുള്ളവരാവണം. അതാണ് അൽ ഖുദുവത്തു ഖബല ദഅവ. അപ്പം ദഅവത്തിൻ്റെ മുമ്പ് അതന്നെ വിശുദ്ധ ഖുർആൻ്റെയും പ്രഖ്യാപനം അങ്ങനെ തന്നെയാണ്. ലഖദ് ജാഅക്കും മിനല്ലാഹി നൂർ. ഈ വിശുദ്ധമാവുന്ന ദഅവത്തിനിക്ക് നേതൃത്വം നൽകുന്നവരെ പറ്റി വിശേഷിപ്പിച്ചിട്ടുള്ളത് നൂറെന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നൂറ് എന്നാണ് അവിടെ വിശേഷിപ്പിച്ചത്. അപ്പം ആ പ്രകാശം എപ്പോഴും പ്രബോധകനിൽ അത് കാണപ്പെടണം. അതാണ് ലഖദ് ജാഅക്കും മിനല്ലാഹി നൂർ വ കിതാബും മുബീൻ. അപ്പം നൂറ് പ്രകടമാകുന്ന, നൂറിനെ കാണപ്പെടുന്ന ആ നൂറനുസരിച്ച് ജനങ്ങൾക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തികളാവണം നേതൃത്വം നൽകേണ്ടവർ. അത് ഏതെങ്കിലും സ്വഭാവത്തിൽ നേതൃത്വം നൽകിയാൽ പോരാ, അതിനടിസ്ഥാനപരമായുള്ള രേഖയും അവരെ കൈവശം വേണം. അതാണ് കിതാബും മുബീൻ. അപ്പോൾ പ്രബോധനം നൽകുന്ന വ്യക്തി, അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസവിക്കപ്പെട്ടോളം മുതൽ തന്നെ വിശുദ്ധ ഖുർആനെ തലഖി ചെയ്യാനും ആ വിശുദ്ധ ഖുർആനെ കബൂൽ ചെയ്യാനൊക്കെ പറ്റുന്ന നിലക്ക് എല്ലാ നിലക്കുള്ള വിശുദ്ധിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്നു. അപ്പോൾ ഒരു സദറിനെ സംബന്ധിച്ചിടത്തോളം ആ സദർ ആ മദ്രസക്ക് മാതൃകാപരമായി ഒരു ദാഴിക്കുണ്ടാവേണ്ട, അല്ലെങ്കിൽ ഒരു മുഅല്ലിമിനുണ്ടാവേണ്ട, അതല്ലെങ്കിൽ ഈ മതരംഗത്ത് നേതൃത്വം നൽകുന്നവർക്കുണ്ടാവേണ്ട വിശുദ്ധമായ ഗുണങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പകർന്ന് ആ സ്വഭാവ ഗുണങ്ങൾ അവരിലുണ്ടാവണം. ആ സ്വഭാവ ഗുണങ്ങളിൽ അവരുണ്ടായി ആ സ്വഭാവ ഗുണങ്ങൾ തൻ്റെ ശിഷ്യന്മാരാവുന്ന കുട്ടികൾക്കും തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരിലേക്കും അത് പകർന്നു കൊടുക്കണം. അത് മാത്രം പോരാ, ആ നാട്ടിലും ആ നല്ല സ്വഭാവങ്ങൾ പകരണം. അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ അതാണ് വിശുദ്ധമാവുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നമ്മളെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. അത് പ്രധാനപ്പെട്ട ലക്ഷ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട്. അതിൻ്റെ ഭരണഘടനയിൽ അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദർശത്തെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കൂടിയും തിരുസുന്നത്തിൽ കൂടിയും അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലും തിരുസുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇതിനെ മനസ്സിലാക്കപ്പെടേണ്ടവരിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഖുർആനിലുള്ള ആശയങ്ങൾ അത് മനസ്സിലാക്കപ്പെടേണ്ടവരിൽ നിന്ന് മനസ്സിലാക്കണം. അതാണ് ഫസ്വൽ വഹുല ദിക്ർ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അവരിൽ നിന്ന് ചോദിച്ചു പഠിക്കണം. അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തിയത് നമ്മൾ നോക്കി മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവരിൽ നിന്ന് പഠിച്ചതിനെ പറഞ്ഞു തരുന്ന ആളുകളിൽ നിന്ന് അത് നമ്മൾ പഠിക്കണം.
അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന നമ്മുടെ മുൻഗാമികളാവുന്ന അസാധ്യത്ത് അവരിവിടെ കാണിച്ചു തന്നതായ ഒരു മാർഗമുണ്ട്, അവർ കാണിച്ചു തന്നൊരു വഴിയുണ്ട്, അവർ സ്വീകരിച്ചതായ ഒരു നിലപാടുണ്ട്. അപ്പം അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ സംഘടനയെ വിദഗ്ധവൽക്കരിക്കാൻ ആരെങ്കിലും ശ്രമിക്കണമെങ്കിൽ അത് ഈ പണ്ഡിതന്മാരിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇവിടെ ബാക്കിയാകുന്ന കാലത്തോളം അത് നടക്കൂല എന്നുള്ളതാണ് ആദ്യം എല്ലാവരോടും നോക്കാം. അപ്പോൾ വളരെ വേദനാജനകമായ ഒരു കാര്യങ്ങളാണ് പല സ്ഥലത്തും മുജാഹിദ് പ്രവർത്തകർ അല്ലെങ്കിൽ മുജാഹിദ് അതിൻ്റെ വഹാബിയത്തിൻ്റെ പ്രവർത്തകരോ അതിൻ്റെ കമ്മിറ്റിക്കാരോ അതിൻ്റെ സംഘടനകളൊക്കെ അവർ നടത്തുന്നതായ പരിപാടിയിൽ നമ്മൾ പോയി പങ്കെടുത്ത് അത് വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ലേബലിൽ നിന്നും കൊണ്ട് ചെയ്യരുത് എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ആർക്കെയും തോന്നുന്നുണ്ടെങ്കിൽ അവൻ സുന്നി പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു പോട്ടെ ആദ്യമായിട്ട്, എന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത സ്ഥലത്ത് ഇപ്പം ഉണ്ടായ ഒരു സംഭവമാണ് പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നതായ ചില ആളുകൾ, അതിനോട് ബന്ധപ്പെട്ട ചില ആളുകൾ അവർ മുജാഹിദ് പ്രസ്ഥാനത്തിന് അവർ സംഘടിപ്പിച്ചതായ പരിപാടിയിൽ പോയി പങ്കെടുത്തു എന്നാണ് ഇവിടെ അടുത്ത സ്ഥലത്താണ് ഉണ്ടായിട്ടുള്ളത്. അല്ലേ, എവിടെയാണ്? ഇവിടെ കൂളിമാടെന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം സമസ്ത സദർമാനാണ് പോയി പങ്കെടുക്കണത്. അപ്പം സദർമാനോടാണ് പറയാനുള്ളത്, നിങ്ങൾ സുന്നിയായും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോവാം, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിലേക്ക് പോവാം. പല വിദഈ പ്രസ്ഥാനങ്ങൾ വേണ്ടല്ലോ. സുന്നിക്കുപ്പായ അണിഞ്ഞും കൊണ്ടിട്ട് വിദഈ പ്രസ്ഥാനക്കാരുടെ പരിപാടിയിൽ പോയി പങ്കെടുക്കുക, എന്നിട്ട് അതിനെ വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഭൂഷണമല്ല. അതൊരിക്കലും നമുക്ക് യോജിച്ചതല്ല. അത് നമ്മളെ മഹാന്മാരാവുന്ന സാധ്യത നമുക്ക് മനസ്സിലാക്കി തന്ന് അവർ പഠിപ്പിച്ചു തന്ന മാർഗമല്ല. അപ്പം അങ്ങനെ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ സുന്നി മദ്രസയിൽ പഠിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ സുന്നി മദ്രസയ്ക്ക് നേതൃത്വം നൽകുന്നതാവുന്ന അതിൻ്റെ മാനേജ്മെൻറ്റിൽപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മളെ പണ്ഡിതന്മാരോ അതിൽ പോയി പങ്കെടുത്തു കൊണ്ടിട്ട് അതിനെ വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ആരും സ്വതന്ത്രമുള്ള രാജ്യമല്ലേ, പ്രതി തന്നെ നിൽക്കണമെന്നുണ്ടോ? അപ്പോൾ സുന്നിയായി നിന്നും കൊണ്ടിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെ വിദഈ പ്രസ്ഥാനങ്ങൾക്ക് അടിയറ വെക്കുന്ന സ്വഭാവങ്ങൾ ആരിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. ഇവിടെ കൂടിയ എല്ലാ സഹോദരന്മാരോടും പ്രത്യേകമായും കൊണ്ട് നോക്കുകയാണ്. അതുപോലെ പല വ്യാജ വാർത്തകളും ഇപ്പോൾ ആരോ പറഞ്ഞിട്ടു സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇന്നാളെയാണ് പിന്താങ്ങുന്നത്, ഇന്നാളെ. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആ ജയിച്ചു പോയ UDFൻ്റെ ആ MLA-മാരൊക്കെ ഇതിന് അർഹരാണ്. സ്വാഭാവികമായിട്ട് വലിയ കക്ഷിൻ്റെ നേതാക്കന്മാരായിരിക്കും മുഖ്യമന്ത്രിയായി വരിക. അത് ആര് വന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിലൊരു എതിർപ്പില്ല. ആര് വന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ആവശ്യമുള്ള സംഗതികൾ അവരെ മുന്നേ നമ്മൾ ബോധിപ്പിക്കും. അത് നമുക്ക് സാധിപ്പിച്ച് തരണം. അത് സാധിപ്പിച്ച് തരണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അത്രേ പറയുള്ളൂ. അപ്പം അതുകൊണ്ട് പല ചാനലുകളും ഈ ചാനലുകൾക്കൊക്കെ എവിടുന്നാണ് ഈ വാർത്ത ഇട്ടിരുന്നുള്ളതാണ്. ഞാനൊന്നും മിണ്ടിയിട്ടില്ല. പിന്നെ സമസ്തൻ്റെ പേരിൽ വേറെ ആരെങ്കിലും പറഞ്ഞിരിക്കണമെന്നത് നമുക്കറിയില്ല. അങ്ങനെ പലരും അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവർക്കും അങ്ങനെ സമസ്ത എന്നുള്ള പേരിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൽ ഇടപെടുന്ന പ്രശ്നം തന്നെ ഇല്ലല്ലോ. അതിന് വേണ്ട ആളുകൾ കോൺഗ്രസ് എന്നതൊരു വലിയ സംഘടനയാണ്, വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിനൊരു ഹൈക്കമാൻഡ് ഉണ്ട്. അത് ആരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത്, അതിന് യോഗ്യനായ ആളുകൾ അവർ മുഖ്യമന്ത്രിയാവും. അത് ആരാക്കിയാലും വേണ്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്കപ്പെടുന്ന വ്യക്തി ആരായാലും അത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമുദായത്തിനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ സുന്നി സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ അത് പരിഗണിക്കാതെ പോകുന്നതായ ഒരാളാവാൻ പാടില്ല. അത്രമാത്രമേ നമുക്കുള്ളൂ. ആര് വന്നാലും വേണ്ടില്ല. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നാളാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നാളാണ് എന്ന് പറഞ്ഞിട്ട് അതിന് എതിരുള്ള ആൾ വരുമ്പോൾ അയാളോട് പോയി പറയാം, കണ്ടില്ലേ നിങ്ങളല്ലല്ലോ സമസ്തയൊന്നും ഇതാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് സമസ്തക്ക് നിങ്ങളിഞ്ഞൊന്നും ചെയ്തു കൊടുക്കണ്ട. അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. അങ്ങനെ ഏതെങ്കിലും ചാനലുകൾ ഉണ്ടെങ്കിൽ ആ ചാനലുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് ആരാണത് പറഞ്ഞത്,
ആരെ വാക്കനുസരിച്ചാണ് അവർ അന്നൽക്ക് അവർ ന്യൂസ് കൊടുക്കാനുള്ള കാരണം എന്നുള്ളത് നമ്മളതിനെപ്പറ്റി ചോദിക്കാൻ പോവുകയാണ്. നമ്മളതിനെപ്പറ്റി പഠിക്കും. മുമ്പും കണ്ട വ്യാജ വാർത്തകൾ ഉണ്ടായപ്പോൾ പലതിനെ പറ്റി നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പം അന്വേഷിച്ചപ്പോൾ നമ്മളോട് അത് പിന്നെ നമുക്കത് പറയാൻ പറ്റില്ല, നാളെ പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ടിട്ട് നിങ്ങളാരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട ആരും തന്നെ അതിൽ വഞ്ചിതരാവരുത്. നമ്മളിവിടെ ആ മുഖ്യമന്ത്രി ആരാണാവണം അത് അവരാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും, UDF അവർ തീരുമാനിക്കും. അവർ ആരെയാണോ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നത് അയാൾ മുഖ്യമന്ത്രിയായി വരും, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നമ്മളഭിപ്രായം പറയില്ല. നമ്മളങ്ങനെ ആരാക്കണം എന്നുള്ളൊരു എഴുത്ത് കൊടുക്കാറില്ല. അങ്ങനെ ആരൊക്കെ എഴുത്ത് കൊടുക്കുന്നത് കേട്ടു, എഴുത്ത് കൊടുക്കുന്നവർക്കൊക്കെ എഴുത്ത് കൊടുക്കുക. ഞങ്ങൾക്ക് അങ്ങനത്തെ താല്പര്യമൊന്നും ഇല്ല എഴുത്ത് കൊടുത്തുകൊണ്ടിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ശേഷങ്ങളെ നമ്മൾ പിന്നെ ആക്കണമെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ എഴുത്ത് കൊടുക്കാനും അങ്ങനത്തെ ഒന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അഥവാ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ, അതിനിവിടെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു നിലപാടുകളും അതിൻ്റെ മാർഗരേഖയൊക്കെ മുൻകഴിഞ്ഞതായ പണ്ഡിതന്മാർ നമുക്ക് വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാവണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരാണെങ്കിലും അതിൻ്റെ പ്രവർത്തകരാണെങ്കിലും നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇപ്പം എല്ലാ സ്ഥലത്തും ഈ പ്രസ്ഥാനക്കാർ അവർ ആദർശ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KNM വേറെ രൂപത്തിൽ, വിഷ്ണുഗ്രൂപ്പ് വേറെ രൂപത്തിൽ, ഇങ്ങനെ ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും അവരുടെ പുതിയൊരു അജണ്ടയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരിലും സുന്നി ആശയങ്ങൾക്കെതിരിലുമുള്ള ശക്തമാവുന്ന ഒരു ആദർശ സമ്മേളനങ്ങൾ എല്ലാ ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലൊക്കെ നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും നടത്തണം. നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്, സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ആര് എതിർത്താലും എതിർത്തില്ലെങ്കിലും സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ സംരക്ഷിക്കപ്പെടണം. ആ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് മുൻകഴിഞ്ഞ മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാർ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഒന്നിനായ ഷെയ്ഖുന ഇ.കെ. മുസ്ലിയാരൊക്കെ ഗണന പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ മുമ്പ് പറയലുണ്ട്, നിങ്ങൾ മടങ്ങിയാൽ പിന്നെ ഞങ്ങളും മടങ്ങി വരും. അപ്പം നിങ്ങൾ എത്ര വട്ടം അവിടെ പ്രസംഗിക്കണ്ടോ അത്ര വട്ടം ഞങ്ങളും എതിർത്ത് പ്രസംഗിക്കുന്നതാണ്. അതാണ് ഇതിനാന്ന് ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയുന്നത്. ആ വാക്കാണ് പറയാനുള്ളത്. എവിടെ മുജാഹിദ് പ്രസ്ഥാനക്കാർ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാവട്ടെ, മുജാഹിദിൽ നിന്നുള്ള വിവിധങ്ങളാവുന്ന പല സംഘടനകളുണ്ട് അവർക്ക്. അവർ എവിടെ പ്രസംഗിച്ചാലും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ എതിർത്താൽ അതിനെ തിരുത്താൻ വേണ്ടി ശരിയായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം എന്താണെന്നുള്ളത് പറയാൻ വേണ്ടി ഞങ്ങളവിടെ സ്റ്റേജ് കെട്ടും, ഞങ്ങളവിടെ പ്രസംഗിക്കുകയും ചെയ്യും. അത് ആരെതിർത്താലും ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ അടങ്ങിയിരിക്കേണ്ട സമയമല്ല ഇപ്പോൾ. സുന്നത്ത് ജമാഅത്തിലെ ഒരു ഭാഗത്ത് നിന്നും കൂടെ ഒരു കൂട്ടർ താറടിക്കാം, മറ്റൊരു കൂട്ടർ സുന്നത്ത് ജമാഅത്തിന് എതിൽ പ്രസംഗിക്കുക, സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് എതിൽ പ്രസംഗിക്കുക. എന്നിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ നിലപാടുകളെയൊക്കെ ചോദ്യം ചെയ്യുക. ഇത് നമ്മളെ സുന്നികൾക്ക് യോജിച്ചതല്ലത്. അപ്പം അതുകൊണ്ട് നമ്മൾ സുന്നത്ത് ജമാഅത്ത് അതിനൊരു പാരമ്പര്യമാവുന്ന ഒരു സ്വഭാവം ഇവിടെ കേരളത്തിലുണ്ട്. എന്താ കേരളത്തിലുള്ളതെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പണ്ഡിതന്മാർ, ഇവിടുത്തെ മറ്റ് പ്രമുഖരാവുന്ന ആളുകൾ, അത് ധനാഢ്യരാവട്ടെ ധനാഢ്യനല്ലാതിരിക്കട്ടെ, ആ പ്രമുഖരാവുന്ന വ്യക്തികളെല്ലാവരും ഇവിടുത്തെ സാധാരണക്കാരും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇന്നേ വരെ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഖിയാമത്ത് നാൾ വരെ ആ സ്വഭാവത്തിലുള്ള പ്രവർത്തനം തുടരുകയും വേണം. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ നബിനെ സഹായിച്ചവർ ധനാഢ്യർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ധനാഢ്യരല്ലാത്തവർ സഹായിച്ചിട്ടുണ്ട്. അതാണ് ദീനുണ്ടാവണമെന്നുണ്ടെങ്കിൽ വെറും ധനാഢ്യർ മാത്രം പോലെ, ധനാഢ്യരല്ലാത്ത പ്രമുഖ വ്യക്തിത്വങ്ങളും വേണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ദ്വാരത്തത് 2000 ഉമറിനെ കൊണ്ട് ശക്തിപ്പെടുത്തുന്നത്.
പിന്നെ പണ്ഡിതന്മാരുടെ സേവനം ആവശ്യമാണ്. അത് മാത്രം പോരാ, പാവപ്പെട്ടവർ വേണം. അപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ ആളുകൾ അവരൊക്കെ വിശുദ്ധമാവുന്ന ദീനിനെ കെട്ടിപ്പടുക്കുന്നതിൽ ശക്തമായ പങ്ക് വഹിച്ചവരാണ്. അപ്പം എല്ലാ വിഭാഗത്തിൽപ്പെട്ട സുന്നി ആശയമുള്ള ഏത് അവൻ ധനാഢ്യനാവട്ടെ ധനാഢ്യനല്ലാതിരിക്കട്ടെ, അവൻ പ്രമുഖനാവട്ടെ പ്രമുഖനാവാതിരിക്കട്ടെ, മുതലാളിയാവട്ടെ തൊഴിലാളിയാവട്ടെ, എല്ലാവരുടെയും കൂട്ടായ്മയോടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമേ ദീനിവിടെ നിലനിൽക്കുള്ളൂ. ഈ ബോധം നമുക്കുണ്ടാവണം. അതിന് മുന്നിൽ നേതൃത്വം നൽകുന്നതായ നൽകേണ്ട ആളുകൾ അത് പണ്ഡിതന്മാരും പ്രമുഖരുമാണ്. അതാണ് ഉമറ എന്ന് പറഞ്ഞത്. അവർ രണ്ട് കൂട്ടരും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാവണം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. ഇതാണ് അയാൾ ഖുദ്വത്തു ഖബ്ല ദഅവ എന്ന് പറഞ്ഞത്. നമ്മൾ പ്രബോധനം നടത്തുമ്പോൾ ആ പ്രബോധനത്തിൻ്റെ മുമ്പ് ആ പ്രബോധനിൽ ഉണ്ടാവേണ്ട വിശുദ്ധമായ സ്വഭാവ ഗുണങ്ങൾ അവനിൽ കാണണം. അതാണ് വിശുദ്ധ ഖുർആനും സൂചിപ്പിച്ചത്. ലഖദ് ജാഅക്കും നൂർ, ആ പ്രകാശം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. വെറും ബൾബുണ്ടായ പോലെ ബൾബിലേക്ക് കറണ്ട് പാസ് ചെയ്യണം, അത് കത്തും വേണം. ബൾബ് പീസായ ബൾബുണ്ടായ പറ്റൂല. അതാണ് ലഖദ് ജാഅക്കും നൂർ, നൂറ് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറിൽ നിന്നും ഇക്തിബാസ് ചെയ്യപ്പെടുന്ന, അതിൽ നിന്നും പകർത്തപ്പെടുന്ന നൂറുകളാണ് പണ്ഡിതന്മാരെന്നുള്ളത്. ആ പണ്ഡിതന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ അത് പരിപൂർണമായിട്ടും അടിസ്ഥാനപരമായ രേഖകളനുസരിച്ചാവണം. അതാണ് ഇപ്പോൾ കിതാബ് മുബീൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുന്നിൽ വിശുദ്ധമാവുന്നതായ ഖുർആനുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുണ്ട്. ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി പറയപ്പെടാത്തതിന് അയിമ്മത്തിൻ്റെ ഏകണ്ഠമായ അഭിപ്രായം അല്ലാത്ത സംഗതികൾ അത് മഹാന്മാരാവുന്ന മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നതനുസരിച്ച് ദീനിനെ മനസ്സിലാക്കി. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, 3 നൂറ്റാണ്ടിനെയോ അല്ലെങ്കിൽ 4 നൂറ്റാണ്ടിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമമായ നൂറ്റാണ്ട്. എന്തിനാ ആ നൂറ്റാണ്ടിനെ ഉത്തമമായ നൂറ്റാണ്ട് എന്ന് പറഞ്ഞത്? വിശുദ്ധമാവുന്ന ദീൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ 4 നൂറ്റാണ്ടോ അല്ലെങ്കിൽ 3 നൂറ്റാണ്ടിലോ ജീവിച്ചതായ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാരിൽ നിന്നാണ്. അതുകൊണ്ടാണ് മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ തന്നെ അവരെ ആധികാരികമായി മദ്ഹബിനെ സഹായിക്കാൻ നൽകി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് മുവത്ത ഇമാം മാലിക്. അതിന് പല മസലകൾക്കും ബഹുമാനപ്പെട്ടവർ ലക്ഷ്യം പറഞ്ഞത് എന്താ? ഹക്കദാ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ, മദീനക്കാരങ്ങനെ ചെയ്തതിന് മദീനക്കാരിങ്ങനെ ചെയ്തതിന്. അല്ലാതെ ഖുർആനിൽ അങ്ങനെ ഉണ്ട് ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്നല്ല. അത് പറഞ്ഞില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹക്കദാ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ച മദീനക്കാരാവുന്നതായ അയിമ്മത്ത് മശായിഖിൻ്റെ പ്രവർത്തനങ്ങൾ അത് ലക്ഷ്യമാക്കപ്പെടേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല നൂറ്റാണ്ട് എന്ന് പ്രഖ്യാപിച്ച 3 അല്ലെങ്കിൽ 4 ആ നൂറ്റാണ്ടിൽപ്പെട്ടതായ ആളുകളായിരുന്നു. അപ്പോൾ ദീനിനെ മനസ്സിലാക്കാനുള്ള അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുഴുവനും വിശുദ്ധ ഖുർആനിൽ കൂടി തിരുസുന്നത്തിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സുന്നത്ത് അഹ്ലുസ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞത്. അതാണ് അഹ്ലുസ് സുന്നത്ത്. മാ വറദ ബിഹി സുന്ന വജറ അലൈഹി ജമാഅത്തു സഹാബ ഫസുമ്മു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധമാവുന്ന ഈ ആശയാദർശങ്ങൾ അതിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാർ മുൻകഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനങ്ങളൊക്കെ പ്രത്യേകമാവുന്ന പല പ്രമേയങ്ങളും അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലത്തെ ബിദ്ഈ സംഘടനകളുള്ളതായ നമ്മുടെ ആ സഹകരണം എങ്ങനെയാവണം. അപ്പോൾ അവരെ സമ്മേളനത്തിൽ അല്ലെങ്കിൽ അവരുടെ കൺവെൻഷനിലൊക്കെ പോയി സഹായിച്ചു കൊടുത്തുകൊണ്ടിട്ട് ഈ അതിർവരമ്പ് അത് ഒരിക്കലും അതിനെ മുറിക്കാനോ അതിനെ തള്ളി മാറ്റാനോ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ പിന്നിലായി കൊണ്ട് ഒരു പണ്ഡിതൻ നിലനിൽക്കുന്ന കാലത്തോളം അത് സമ്മതിക്കില്ല എന്നുള്ളത് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും പ്രവർത്തിക്കണം.
നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന പണി നമ്മളീതുണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ളൂ. അപ്പോൾ പല സ്ഥലത്തും പലരും പല നിരക്കുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയത് വരും. പക്ഷെ അതിന് അതേ നാണയത്തിൽ തിരിച്ചെടുക്കുന്നതായ പരിപാടികൾ ഇന്നുണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുക. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് ഇഖ്ലാസോട് കൂടി നമ്മൾ പ്രവർത്തിക്കുക. പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ദീനിന് വേണ്ടി ക്ഷമിച്ചു കൊണ്ടിട്ട് അതിൻ്റെ സവാബ് വലുതായിരിക്കും. അതോടൊപ്പം പിന്നീട് അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളും വളരെ വലുതായിരിക്കും. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ പ്രചരിപ്പിക്കാനും സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ വളർത്താനും അതിനെതിൽ വരുന്നതായ സർവ്വശക്തികൾക്കുള്ളതായ മുനവടിക്കാനും നമ്മൾ സന്നദ്ധരാവണം. ആ നിലക്ക് മാലിന്യങ്ങളും മുദരിസന്മാരും സദറന്മാരും മാനേജ്മെൻറ്റും സുന്നി യുവന സംഘം തുടങ്ങി സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ എല്ലാ പോഷക സംഘടനകളും അന്നിൽക്ക് പ്രവർത്തിക്കാൻ തയ്യാറാവണമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് ഇവിടെ പറയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മളെ വളവണ്ണ ഉസ്താദ് അദ്ദേഹത്തിനിക്ക് ചില ശാരീരികമാവുന്ന അസുഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് അർഹമുർ-റഹീമീനായ തമ്പുരാനെ പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കണേ. എന്ത് രോഗങ്ങളാണെങ്കിലും നീ ശരിയാക്കി കൊടുക്കണേ അള്ളാഹ്. അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട പലരും രോഗികളാണ്. അവർക്കൊക്കെ ഉള്ള രോഗങ്ങളെ ശിഫിയാക്കി കൊടുക്കണേ തമ്പുരാനെ. നമ്മളെ പല നേതാക്കന്മാർ പല ഉസ്താദന്മാർ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പലരും രോഗങ്ങളുള്ളവരുണ്ട്. അവരോട് ബന്ധപ്പെട്ടവർക്കൊക്കെയുള്ള രോഗത്തിനെ ശിഫിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ ഇവിടെ നൂറുദ്ദീൻ ഫൈദിയുടെ സഹോദരി ഒരു അപകടത്തിൽ മരണപ്പെട്ടതാണ്. അതുപോലെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പല പ്രവർത്തകരുടെയും പല നേതാക്കന്മാരുടെയും പല ഉസ്താദന്മാരോടൊക്കെ ബന്ധപ്പെട്ട പലരുണ്ട്. മക്കൾ, ഭാര്യന്മാർ തുടങ്ങിയ പലരും. അവർക്കൊക്കെയുള്ള ഖുബൂറുകൾ അർഹമുർ-റഹീമീനായ തമ്പുരാനെ സുഖപുകാവനായി കൊടുക്കണേ അള്ളാഹ്. അവരുടെ നന്മകളൊക്കെ കബൂൽ ചെയ്യണേ അള്ളാഹ്. തിന്മകളെ വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കണേ തമ്പുരാൻ. അതുപോലെ ഈ പരിപാടിയിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട്, മറ്റ് സഹായങ്ങൾ ചെയ്തവരുണ്ട്. അവരൊക്കെ സഹായങ്ങൾ നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. അവരോടും ഞങ്ങളോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തും ധാരാളം ചൊരിഞ്ഞ് തന്നെ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കൊക്കെ ഉള്ള ആഖിബത്ത് നീ നന്നാക്കി തന്നെ തമ്പുരാനെ. എല്ലാവിധ ഷറുകളിൽ നിന്ന് അവയും ഞങ്ങൾക്കും അവരോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സംഘടനയൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഈ സഹസ്ര നീ കബൂൽ ചെയ്യണേ അള്ളാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹാന്മാരാവുന്ന ഉസ്താദന്മാരും അവരോട് കൂടി അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന മാനേജ്മെൻറ്റ് അസോസിയേഷനും അവർക്കൊക്കെ വേണ്ട എല്ലാ ഖൈറിനെയും ബർക്കത്തിനെയും ധാരാളം എല്ലാ മേഖലയിലും ചൊരിഞ്ഞു കൊടുക്കണേ അള്ളാഹ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഈ ഇസ്സത്തിൽ നിലനിർത്തി തന്നെ തമ്പുരാനെ എല്ലാ ശറുകളിൽ നിന്നും സംഘടനയെ കാത്തുരക്ഷിക്കണേ അള്ളാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.